വെൽക്കം ബാക്ക് ടു തത്തുമസി യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് എല്ലാം എന്താണ്. നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷനാണോ, കാർമിക് കണക്ഷനാണോ, ട്വിൻ ഫ്ലെയിം കണക്ഷനാണോ, നിങ്ങൾ തമ്മിലുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്താണ്, ഉണ്ടെങ്കിൽ അതെന്താണ്, ഈ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്, നിങ്ങൾ പരസ്പരം ഈ റിലേഷൻഷിപ്പിൽ കൊടുക്കുന്ന എനർജി എന്താണ്, നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, അവെയർ ആയിട്ടിരിക്കേണ്ടത് എന്താണ്, ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് ലെസൺ ആണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നത്, എന്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ 2 ഗ്രൂപ്പ്സ് വെച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1 ഇസ് ബ്ലോസമിങ്, നമ്പർ 33 ആണ്. ആൻഡ് ഗ്രൂപ്പ് നമ്പർ 2 ഇസ് റിയലൈസേഷൻ, നമ്പർ 3 ആണ്. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ പേഴ്സണെ വിചാരിക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് വിചാരിക്കുക, നിങ്ങൾ അതിൽ കൊടുക്കുന്ന എനർജിയെ കുറിച്ച് വിചാരിക്കുക. ആൻഡ് പിക്ക് എ കാർഡ്. നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഗ്രൂപ്പിലും നിങ്ങൾക്ക് എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്ന്. ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്, ജെന്റിൽനെസ് റീഡിംഗ് ആണ്, കൂടാതെ ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ ഏത് സമയത്താണ് ഈ ഒരു വീഡിയോ കാണാനിടയാവുന്നത് ലൈഫിൽ, ആ ഒരു സമയത്താണ് നിങ്ങളിത് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഗ്രൂപ്പ് നമ്പർ 1 ബ്ലോസമിങ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 1 ബ്ലോസമിങ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്കുള്ള സ്പ്രെഡ്സ് ആണ്, നിങ്ങളുടെ ടാറോ ഗൈഡൻസ് ആണ് ഈ എടുത്തിരിക്കുന്നത്. നമ്മൾ പോകെ നമുക്ക് ഒറാക്കിൾ ഗൈഡൻസ്, നിങ്ങൾക്ക് എല്ലാ എനർജി ഒക്കെ നമുക്ക് എടുക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് റീഡിംഗ്. സോ നമുക്കിവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ്സ് എന്ന് പറയുന്നത് ദ ഹെർമിറ്റ്, 2 ഓഫ് വാൻഡ്സ്, മൂൺ, 4 of wands and the lovers. Clarification cards ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് 2 of pentacles, 8 of pentacles, 3 of pentacles, 6 of swords and 7 of wands. പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് കാണിക്കുന്നുണ്ട്, ചീറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്, വളരെ കൺഫ്യൂസ്ഡ് ആൻഡ് ഡിപ്രസ്ഡ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ വളരെയധികം ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ സ്റ്റിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വൈബ് ഉള്ള വ്യക്തികളാണ്, പരസ്പരം നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നവരാണ്. പക്ഷേ ഇവിടെ ഒരു ചീറ്റിങ്ങിൻ്റെ ഒരു എനർജി, നിങ്ങളോട് പറയാതെ നിങ്ങളുടെ പാർട്ട്ണർ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു എനർജി ഇവിടെ വളരെ സ്ട്രോങ് ആണ്. എത്ര തന്നെ നിങ്ങൾക്കൊരു ചീറ്റിംഗ് എനർജിയോ തേർഡ് പാർട്ടിയോ ഉണ്ടെങ്കിൽ പോലും എന്നാൽ ഇവരെ മറക്കാനോ ഇവരിൽ നിന്ന് അകന്നു പോകാനോ കഴിയാത്ത രീതിയിലുള്ള ഒരു ആത്മബന്ധവും നിങ്ങൾക്ക് തമ്മിലുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സത്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ പാർട്ട്ണർ ഈ ഒരു സമയം ഒരു ബൗണ്ടറി ശക്തമായിട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് റീസൺ എന്ന് പറയുന്നത് അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആയതുകൊണ്ടാണ്. എന്താണ് ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്? ഇത്രയും അധികം ഒരു ആത്മബന്ധം അവർക്ക് വേറെ ഒരു വ്യക്തികളോടും തോന്നിയിട്ടുണ്ടാവില്ല. അവർക്കിതിന് മുൻപ് ഒരുപാട് റിലേഷൻഷിപ്പ് വന്നു പോയിട്ടുണ്ടായിരിക്കാം, അവരുടെ ലൈഫിൽ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു ബന്ധത്തിൽ അവർക്ക് തോന്നുന്ന ഒരു കണക്ഷൻ, ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ച് വരുന്ന ചിന്തകൾ, ഇതൊക്കെ അവരെ വല്ലാതെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട്. കാരണം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, അതിന് മാത്രം നിങ്ങൾക്ക് ഇവിടെ എന്താണ് വാല്യൂ ഉള്ളത് എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ലാഭമൊന്നും ഇല്ലല്ലോ എന്ന് പ്രാക്ടിക്കൽ സൈഡിൽ അവർക്ക് തോന്നുന്ന സമയത്ത് അവരൊരു ബ്രേക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ അവരൊരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിരുന്നാലും അവർക്ക് ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു എനർജിയാണ്. കാരണം നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾ ഈ ഒരു ലൈഫ് ടൈമിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന എനർജി ബ്ലോസമിങ് എനർജിയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ബ്ലോസമിങ് എഫക്റ്റ് ഉണ്ട്. അതായത് നിങ്ങളുടെ സ്നേഹം പൂ അണിയാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയത് പോലും യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് കൊണ്ടു തന്നിരിക്കുന്ന ഒരു
സിറ്റുവേഷനിലൂടെയാണ്. ഇത് രണ്ടു പേരെയും ഒരുപാട് അവനവനെ നോക്കാനും അവനവനെ അറിയാനും അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കാനും ഒക്കെ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു ബന്ധമാണ്. ആൻഡ് ഇതിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം കൊടുക്കുന്ന എനർജി എന്താണ്, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊടുക്കുന്ന എനർജി ഇപ്പോൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ജൂപ്പിറ്റർ അബണ്ടൻസ് എനർജിയാണ്. ഓക്കെ, ഇത് ഒരു അൺകണ്ടീഷണൽ ലവിൻ്റെ എനർജിയാണ്, സാത്വികമായിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങൾ അധികം എക്സ്പെക്റ്റ് പോലും ചെയ്യുന്നില്ല, അത്രയും നിങ്ങളുടെ വേൾഡ് തന്നെ ഇവരാണ്. അതുപോലെ തന്നെ ഇവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ലെസൺ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നത് ഈ ഒരു റിലേഷന് ശേഷമാണ്. അത് ഇവർ ഡയറക്റ്റ്ലി എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടാവും എന്നല്ല, ഇൻഡയറക്റ്റ്ലി ഈ ഒരു ബന്ധമാണ് നിങ്ങൾക്ക് ഒരുപാട് ലെസൺസ് കൊണ്ട് തന്നിട്ടുള്ളത്. ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചുകളെ, കൊടുങ്കാറ്റുകളെ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നിങ്ങൾക്കൊരു ആശ്വാസം പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് വന്നത്. അതുകൊണ്ട് തന്നെ ചലഞ്ചുകളെ എങ്ങനെ മറികടക്കണമെന്ന് നിങ്ങൾ പഠിച്ചത് ഈ ബന്ധത്തിന് ശേഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊടുക്കുന്ന എനർജി എന്താണ്? ഓക്കെ, ഒരു ബാലൻസിങ്ങിൻ്റെ ഒരു എനർജിയാണ്. ജീവിതത്തിൽ വളരെയധികം റുട്ടീനായിട്ട് ഇങ്ങനെ മടുത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു ബന്ധം വരുന്നത്. ഇത് അവരുടെ ഡേ ടു ഡേ ലൈഫിന് ഒരു സൗന്ദര്യം കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബന്ധം വളരെയധികം അവർ എക്സൈറ്റഡ് ആയിട്ടുണ്ട് ഈ ഒരു ബന്ധം കൊണ്ട്. അവരുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ഇമോഷൻ, സ്പെഷ്യലി ഒരു എൻമിറ്റി, അവർക്ക് എല്ലാവരോടും അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടാണ്, ശത്രുതാ മനോഭാവം എന്നുള്ളത് അവർക്കില്ലാതെ ആയിട്ടുണ്ട് ഈ ഒരു ബന്ധത്തിൽ കൂടെ. ആൻഡ് അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഇൻ്റലക്ച്വൽ എനർജി, ഒരു അനലിറ്റിക്കൽ കാര്യബോധം എന്ന് പറയുന്നത് അവർക്കുണ്ടായി വന്നത് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷമാണ്. അവർ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയത് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഒരു ഇമോഷനെ അവർ കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയത് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷമായിരിക്കും. ആൻഡ് കൂടുതലായിട്ട് നമുക്ക് നോക്കാം, ഈ ഒരു ബന്ധം ഒരു സോൾമേറ്റ് കണക്ഷനാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള എനർജി എന്താണ്? ഷിവൽറി. ഓക്കെ, ചലഞ്ചുകളെ മറികടക്കാനുള്ള ഒരു ധൈര്യം. അതായത് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ പരസ്പരം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു പ്രണയമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിക്കാത്ത ഒരു പ്രണയം, ഒരു വെയിറ്റിങ്ങിലായിരുന്നു പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. വളരെയധികം സുഹൃത്തുക്കളായിരുന്ന നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രണയം, അത് നഷ്ടമായി പോയതിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു ജന്മമാണിത്. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന തടസ്സങ്ങളെയെല്ലാം മറികടക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാകുക എന്നതാണ് പാസ്റ്റ് ലൈഫിൽ നിന്ന് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ വരുമ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു എനർജി. ആൻഡ് കൂടുതൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ അബാൻമെൻഡ് ആണ് സംഭവിച്ചിട്ടുള്ളത്. പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ തമ്മിൽ ഏതോ ഒരു വ്യക്തി തമ്മിൽ പരസ്പരം ഉണ്ടായിരുന്ന എനർജിയിൽ ഒരു തള്ളിക്കളയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനോ ആരാണ് അത് ചെയ്തിട്ടുള്ളത്, അവർക്ക് അബാൻഡൻ ചെയ്ത ആ വ്യക്തിയോട് വളരെയധികം സർവീസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഈ ഒരു ജന്മത്തിൽ. നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ പരസ്പരം നോക്കിക്കഴിഞ്ഞാൽ ആരാണ് ഏറ്റവും കൂടുതലായിട്ട് അങ്ങോട്ട് സഹായം കൊടുത്തിട്ടുള്ളത്, നിങ്ങളാണോ അതോ തിരിച്ചവരാണോ എന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അത് ആ പാസ്റ്റ് ലൈഫിലെ കർമ്മ അവരവിടെ ഫിനിഷ് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ആൻഡ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. റിലേഷൻഷിപ്പ് മെസ്സേജസ് ഫോർ യു ഫ്രം യുവർ പേഴ്സൺ. Okay, let's see. First card, wedding. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്തൊരു മാരേജ് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ വിവാഹിതരാകാൻ വേണ്ടിയിട്ടാണ്
ഈ ഒരു ജന്മത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ളത്. അതിൽ പരസ്പരം എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി മറികടക്കുക എന്നുള്ള ഒരു എനർജിയാണ്. ആൻഡ് വെരി സൂൺ, ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാകുക. നിങ്ങൾക്ക് എന്താണ് അൾട്ടിമേറ്റ്ലി ഈ ബന്ധത്തിൽ നിന്ന് വേണ്ടത്, അത് ഉടനെ തന്നെ സംഭവിക്കും എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് അൺറിക്വൈറ്റഡ് ലവ്, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം അട്രാക്ഷൻ കുറച്ച് കുറയുന്ന സമയമാണ്, അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി കുറഞ്ഞതുപോലെ തോന്നുന്ന ഒരു സമയമാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഇവരുടെ ഒരു കൺഫ്യൂഷനെ കുറിച്ച്. അതുപോലെ തന്നെ നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്ന ഒരു എനർജിയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ എനർജികൾ പരസ്പരം എന്താണ് അവർക്ക് കൊടുക്കുന്ന ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസ് ഓവർലോഡഡ് ആണ്. ഇതിലെന്താ സംഭവിക്കുന്നത് എന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള ഒരു സമയം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ലെറ്റ്സ് സീ മോർ ലവ് മെസ്സേജസ് ഫോർ യു. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ അറിയേണ്ടത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അവരുടെ മനസ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? Trust. Transformation occurs through acceptance. Once you accept the current situation, it will automatically transform. Yes, അവർക്ക് ഈ ഒരു സമയം കുറച്ച് സ്പേസ് കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. അത് ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അവിടെ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ അതിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ആൻഡ് ഓക്കെ, ഓൺലി ടൈം വിൽ ടെൽ എന്നുള്ളതാണ്, കാലം തെളിയിക്കട്ടെ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് വേണ്ട ഉത്തരവും കാലം തന്നെ കൊടുക്കും എന്നുള്ളതാണ്. കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന അവരുടെ അടുത്ത് നിങ്ങൾ കൂടുതലായിട്ട് കാര്യങ്ങൾ പറയാൻ ചെന്ന് കഴിഞ്ഞാൽ, എക്സ്പ്ലെയിൻ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ, നിങ്ങളെ മനസ്സിലാക്കണമെന്ന് പറയാൻ ചെന്ന് കഴിഞ്ഞാൽ അവർക്കത് കൂടുതൽ മനസ്സിലാകാതിരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഗീവ് ദം ദാറ്റ് സ്പേസ് എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി ഏഞ്ചൽ ഗൈഡൻസ് ഫോർ യു. എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഏഞ്ചൽസ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ചൂസ് എ ന്യൂ ഡയറക്ഷൻ. ഈ ഒരു സമയം നിങ്ങൾ വേറെ ഒരു പാത സ്വീകരിക്കുക എന്നുള്ളതാണ്. അതായത് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ എനർജി കൊടുക്കുന്നത് ഇപ്പോൾ നിർത്തുക. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മേഖലയിൽ, ഏതെങ്കിലും നിങ്ങളുടെ പാഷൻ ആയിരിക്കാം, മറ്റു കാര്യങ്ങൾ, ജീവിതത്തിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ്. ലുക്ക് ഫോർ എ സൈൻ ആൻഡ് വെയിറ്റ് ഫോർ എ സൈൻ. യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കൊരു സൈൻ തരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അബൻഡൻസ് നമുക്ക് 2 തവണ കിട്ടിയിട്ടുണ്ട്. നിങ്ങളിലേക്ക് അബൻഡൻസ് വരുന്നുണ്ട്, സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷെ എ ഇയർ ഫ്രം നൗ, ഒരു വർഷത്തിനുള്ളിലാണ് നിങ്ങൾക്കതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഈ ഒരു സമയം നിങ്ങളത് ലെറ്റ് ഗോ ചെയ്യുക. കാരണം ഇത് നിങ്ങളിലേക്ക് തിരികെ വരേണ്ടതാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് തന്നെ വരും. 1 ഇയറിനുള്ളിൽ നിങ്ങൾക്ക് ഒരു അബൻഡൻറ്റ് ഫീൽ ഉണ്ടാകുന്ന രീതിയിൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വരുമെന്നുള്ളതാണ്. ഓക്കെ, സോ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊരു ഹീലിംഗ് ആവശ്യമാണ്, റിലേഷൻഷിപ്പ് ഹീലിംഗ്, സ്പിരിച്വൽ ഹീലിംഗ്സ്, സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ ഒക്കെ ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൻ്റെ കംപ്ലീറ്റ് ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു കോഴ്സ് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓൺലൈൻ കോഴ്സാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ആൻഡ് നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 2 റിയലൈസേഷൻ സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കടക്കാം. ഹായ്, ഗ്രൂപ്പ് നമ്പർ 2, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടാരോ ഗൈഡൻസ് ആയിട്ട് ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ്. സോ നമുക്ക് ഏസ് ഓഫ് സ്വോർഡ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ,
7 of Pentacles, 9 of Pentacles, Ace of Pentacles, and clarification cards, Strength, 3 of Swords, 2 of Cups, The Chariot and 7 of Wands ആണ് വന്നിരിക്കുന്നത്. ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ, നിങ്ങൾ സോൾമേറ്റ് കണക്ഷനാണ്, നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ലവേഴ്സ് തന്നെ ആയിരുന്നു. ഈ ഒരു ജന്മത്തിലേക്ക് വന്ന സമയത്ത് നിങ്ങൾ വീണ്ടും കാലചക്രം തിരിഞ്ഞു കറങ്ങിയ സമയത്ത് ഒരു തേർഡ് പാർട്ടി റിലേഷനുമായിട്ടാണ് നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മൂന്നാമത് ഒരു എനർജി ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ആ ഒരു എനർജി കാരണം കൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു സെപ്പറേഷൻ സ്റ്റേറ്റിലാണ് എന്നും കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ വളരെയധികം ഇൻഡിവിജ്വൽ ജേർണി രണ്ടു പേർക്കും ഉണ്ട്. ആ ഒരു ഇൻഡിവിജ്വൽ ജേർണിക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ ഒരു സമയം സെപ്പറേറ്റഡ് ആയിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് ഒരു റിയലൈസേഷൻ ഇവിടെ ഒരു താക്കോലിൻ്റെ ഒരു ചിഹ്നമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ താക്കോല് നിങ്ങളിലേക്ക് ലഭിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. അതിന് ഈ ഒരു റിലേഷൻഷിപ്പ് ട്രിഗർ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചലഞ്ചുകളെ മറികടക്കാനുള്ള ശക്തി എത്രത്തോളമുണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സ് തന്ന ഒരു സാഹചര്യം പോലെ നിങ്ങൾക്ക് ഇതിനെ കാണാം. കാരണം ഈ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇൻഡിവിജ്വൽ ജേർണികളിൽ രണ്ടു പേർക്കും പരസ്പരം ഒരു പുതിയ വാതിൽ തുറന്നു തന്നിട്ടുണ്ട്. ആ ഒരു വാതിലിൽ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ട്, നിങ്ങൾക്ക് പുതിയൊരു ജോബ് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു എനർജി ഉണ്ട്, നിങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് ഉണ്ട്, ഇമോഷണൽ ആൻഡ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്കുള്ള നിങ്ങളുടെ ഒരു യാത്രയുണ്ട്. സ്വന്തമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒരു ഡിസിഷൻ എടുക്കാനും, ശക്തമായ ഒരു ബൗണ്ടറി, നോ പറയേണ്ടടുത്ത് നോ പറയാനും നിങ്ങൾ പഠിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. സോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൊടുക്കുന്ന എനർജി എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൊടുക്കുന്ന എനർജി എന്താണ്? ഓക്കെ, ലിയോ. നിങ്ങൾക്ക് ഉള്ള ഒരു എനർജി എന്ന് പറയുന്നത് കുറച്ചും കൂടെ എക്സ്പ്രസീവ് ആയിരിക്കും, ആൻഡ് കുറച്ചും കൂടെ ഒരു പൊസസീവ് നേച്ചർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ആൻഡ് നിങ്ങൾ എന്ന് പറയുന്നത് ഒരു സൺഷൈൻ പോലെയാണ്, ഒരു പ്രകാശം പരത്തി നടക്കുക, അല്ലെങ്കിൽ വളരെ വൈബ്രൻ്റ് ആയ ഒരു എനർജി തന്നെയാണ്. ആൻഡ് യു ആർ വെരി അറ്റാച്ച്ഡ് ടു ദിസ് പേഴ്സൺ. വളരെ ഹോംലി എനർജിയാണ്. അതായത് സിംഹം എന്ന് പറയുമ്പോൾ വളരെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ആ ഒരു ഫാമിലിയിൽ എല്ലാം ഒന്നിച്ച് ചെയ്യണം, അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയണം, നിങ്ങൾ അറിഞ്ഞിട്ടായിരിക്കണം അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഹേർട്ട്ഫുൾ ആകും എന്നൊക്കെയുള്ള ഒരു അജണ്ട റിലേഷൻഷിപ്പിൽ തലയിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതേപോലെ തന്നെ യു ലൈക്ക് ടു ലീഡ്. റിലേഷൻഷിപ്പിൽ ഒരു ലീഡ് എടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്. യുറാനസ് ഒരു ചേഞ്ച് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ് നിങ്ങൾ. അതായത് അവർക്കൊരു ഇമോഷണൽ ട്രാൻസ്ഫർമേഷൻ നിങ്ങൾ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അവർ മേ ബി എക്സ്പ്രസ് ചെയ്യാൻ പഠിച്ചത് തന്നെ നിങ്ങൾ വന്നതിന് ശേഷമായിരിക്കും, നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷമായിരിക്കും. ഇമോഷണൽ ഡെപ്ത് അതല്ലെങ്കിൽ തിരിച്ച് നിങ്ങൾക്കും അത് തന്നെയാണ്. ട്രൂ ഇമോഷൻസിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്നുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ആൻഡ് ഇത് നിങ്ങളുടെ പേഴ്സൺ ഇതിൽ തരുന്ന ഒരു എനർജിയാണ്. ആൻഡ് ലുക്ക് അറ്റ് ദ ഡിഫറൻസ്. നിങ്ങൾ കൊടുക്കുന്നത് സൺ എനർജി ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തരുന്നത് മൂൺ എനർജിയാണ്. അതായത് ക്ലിയർലി ഇത് കാണുന്ന നിങ്ങളുടെ ഉള്ളിലാണ് ഒരു മാസ്കുലൈൻ എനർജി, ദ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളത്, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കലി ഒരു ലോജിക്കലി കാര്യങ്ങൾ നീക്കുന്ന ഒരു എനർജി ഉള്ളത്. നിങ്ങളുടെ പേഴ്സൺ കുറച്ചുകൂടെ ഒരു മദർലി എനർജിയാണ്, കുറച്ചും കൂടെ ഇമോഷണലാണ്, ആൻഡ് ഓൾസോ കൺഫ്യൂസ്ഡ് പേഴ്സൺ ആണ്, കുറച്ചുകൂടെ ഒരു ഷൈ പേഴ്സൺ ആണ്. അതേസമയം നിങ്ങളൊരു എക്സ്ട്രോവേർട്ടഡ് എനർജിയാണ്, ഈ വ്യക്തി കുറച്ചുകൂടെ ഒരു ഇൻട്രോവേർട്ടഡ് എനർജിയാണ്. പക്ഷേ ദേ ആർ വെരി സ്മാർട്ട് ഇൻ ഹാൻഡ്ലിങ് ഇമോഷൻസ്. പക്ഷെ അവർ കുറച്ചും കൂടെ അവരുടെ ഇമോഷൻസ് എല്ലാം അവരുടെ ഉള്ളിൽ തന്നെയാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ സൺ ആൻഡ് മൂൺ പറയുന്ന വ്യത്യാസമുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുക എന്നതാണ് കൂടുതലും ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലൈറ്റിൽ പ്രകാശിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സണ് ഉള്ളത് തന്നെ.
എന്നിരുന്നാലും കോംപ്ലിമെൻ്റ് ചെയ്യുന്ന എനർജിയാണ്. കാരണം നിങ്ങളുടെ വീക്ക്നെസ് എന്താണോ അത് അവർ കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ വീക്ക്നെസ് എന്താണോ അത് നിങ്ങളും കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് മേക്സ് എ വെരി ഗുഡ് ടീം ആക്ച്വലി, നിങ്ങൾ രണ്ടുപേരും. എന്നിരുന്നാലും കോൺഫ്ലിക്ട്സ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, കുറച്ചും കൂടെ നർച്ചറിങ് എനർജിയും കൂടെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ പേഴ്സണാണ് കുറച്ചും കൂടെ കെയറിങ് ആയിട്ടുള്ള ഒരു എനർജിയൊക്കെ ഉള്ളത്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. ഒരു മദർലി എനർജിയിൽ ഒരു ഫെമിനൈൻ എനർജി കൂടുതലും ഉള്ളത് നിങ്ങളുടെ ഒരു പേഴ്സൺ ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് നോക്കാം പാസ്റ്റ് ലൈഫിൽ ഈ കണക്ഷനിൽ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന എനർജി എന്താണ്. നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫിൽ നിന്നും ഈ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. സി, ലീഡർഷിപ്പ്, എ പേഴ്സൺ ഓഫ് അതോറിറ്റി. യെസ്, നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ പവർ ഇത് തന്നെയാണ്. ലിയോ എനർജി എന്ന് പറയുമ്പോൾ 100 പേർക്കിടയിൽ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ യു വിൽ ഷൈൻ ലൈക്ക് എനിത്തിങ്, യു വിൽ ഷൈൻ സോ ബ്രൈറ്റ്. നിങ്ങൾക്ക് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. എവിടെയും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി നിങ്ങൾക്കുണ്ട്. സോ ഇത് റിലേഷൻഷിപ്സിലേക്ക് വരുന്ന സമയത്ത് വൾണറബിൾ ആകാൻ കുറച്ച് ബുദ്ധിമുട്ട് ഈ ഒരു എനർജി തരും. കാര്യം ഇതിൻ്റെ കൂടെ ഞാൻ പറയുന്നത് കറക്റ്റാണ് എന്നുള്ളൊരു തോട്ടിൽ കുറച്ച് ഈഗോ പുറത്തു വരാനും നിങ്ങൾ തമ്മിലൊരു ക്ലാഷ് ഉണ്ടാവാനുമുള്ളൊരു സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഓക്കെ, ഡിവോഷൻ. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലവ് ഇസ് ലൈക്ക് ഡിവോഷൻ. ഡിവോഷൻ എന്ന് പറയുമ്പോൾ, ഭക്തി എന്ന് പറയുമ്പോൾ അത് ഏത് മതത്തിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഈ ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഡിവൈൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നിങ്ങൾ അനുഭവിക്കുന്ന കാര്യമാണ്, നിങ്ങൾ കണ്ടിട്ടില്ല. കല്ലിൽ കൊത്തി വെച്ചിട്ടുള്ള ഒരു ശില്പം അല്ലെങ്കിൽ ഒരു പിക്ചർ, ഇതിനെയൊക്കെ നമ്മൾ ദൈവം എന്ന് പറഞ്ഞ് ഓരോ റിലീജിയനിലും പല രൂപത്തിൽ ആരാധിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ വിശ്വാസവും സ്നേഹവുമാണ് നിങ്ങൾക്ക് അതിനോട് ഇത്രയധികം ഒരു ഡിവോഷൻ തോന്നാനുള്ള ഒരു കാരണം. ഇത് തന്നെയാണ് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് അവരോട് മനസ്സുകൊണ്ട് വളരെയധികം ഒരു അഡ്മറേഷനും ഡിവോഷനുമാണുള്ളത്. ലവ് വിത്തൗട്ട് എക്സ്പെക്റ്റേഷൻസ്, ലവിങ് അൺകണ്ടീഷണലി. ഇത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ്നെസ് കൊണ്ടുതരുന്നൊരു ബന്ധമാണ്. നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കൊരു സക്സസ്, അതായത് നിങ്ങളുടെ ഈവൻ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഒക്കെ തന്നെ പുറത്തെടുക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ബന്ധത്തിന് ശേഷമാണ് എന്ന് കാണിക്കുന്നുണ്ട്. അവർ പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള എനർജി സംതിങ് ഈസ് മിസ്സിങ് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു ബന്ധത്തിൽ അവർക്കാണ് ശരിക്കും ഒരു മിസ് ഔട്ട് ഫീൽ ഉള്ളത്. ഇത് പാസ്റ്റ് ലൈഫിൽ നിന്നേ അതെ. കാരണം ഇവിടെ എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ലാത്തൊരു എനർജി ഉണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങളെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ അറിയാത്തൊരു എനർജി. അതായത് നിങ്ങൾ കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്ന വ്യക്തികളാണ്, പക്ഷെ ഓപ്പൺ ആയിട്ട് പറയുന്നതൊന്നും ഇവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. അവിടെയാണ് പ്രശ്നം. അത് ഇവരുടെ പ്രശ്നമാണ്, പക്ഷെ ഇവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തോ ഈ റിലേഷൻഷിപ്പിൽ ഒരു കണക്റ്റ് അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ജസ്റ്റിസ്, ഡിസിപ്ലിൻ ആൻഡ് ഹാർമണി, ലിബ്ര എനർജി, ബാലൻസിൻ്റെ എനർജിയാണ്. ഓക്കെ, ഒരു എക്സാക്ട്ലി ഓപ്പോസിറ്റ്സിനെ തമ്മിൽ ഡിവൈൻ ഇവിടെ ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് പരസ്പരം രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പഠിക്കാനുള്ള കുറേ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു ബാലൻസിങ് ഉണ്ടാകുന്നത് വരെ രണ്ടു പേർക്കും ഒന്നിച്ചു നിന്നാലും എന്തോ മിസ് ചെയ്യുന്നൊരു ഫീൽ ഉണ്ടാവും. പക്ഷെ നിങ്ങളും കുറച്ചുകൂടെ ഹാപ്പി ഗോ ലക്കി പേഴ്സൺ എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെക്കാട്ടിലും കൂടുതൽ ഇവർക്കായിരിക്കും, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും ഈ ഒരു ഡിഫറൻസ് തോന്നുക, ഒരു ലെഫ്റ്റ് ഔട്ട് ഫീല് തോന്നുക ആദ്യം മുതലേ. പക്ഷെ നിങ്ങളിൽ നിന്ന് പഠിക്കാൻ അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആക്റ്റീവ് ആകാനും ഇനിഷ്യേഷൻസ് എടുക്കാനും ആക്ഷൻസ് എടുക്കാനും ഒക്കെ ഉള്ളത്. എന്നാൽ നിങ്ങൾക്കാണെങ്കിൽ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യാനും കുറച്ചും കൂടെ ഹൃദയം പറയുന്ന കാര്യങ്ങൾ കേട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും ഒക്കെ തന്നെ
നിങ്ങളും പഠിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ആൻഡ് ലെറ്റ്സ് സീ ഫർദർ എനർജി ദാറ്റ് യു നീഡ് ഇൻ ദിസ് റിലേഷൻഷിപ്പ്. അതായത് റിയലൈസേഷൻ ഇസ് യുവർ തീം. രണ്ടുപേർക്കും റിയലൈസേഷൻസ് ആണ് വേണ്ടത്. പരസ്പരം ഉള്ള വ്യത്യാസങ്ങളിൽ നിന്ന് റിയലൈസേഷൻസ് ഉണ്ടാവുക. ഇവിടെ സെക്ഷുവാലിറ്റി വന്നിട്ടുണ്ട്. ആൻഡ് വൺ മോർ കാർഡ്, കമ്പാറ്റബിലിറ്റി. ഇൻറ്റിമസിയുടെ ഒരു കുറവ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. അവർക്ക് നിങ്ങളോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ അവരുടെ സോള് നിങ്ങളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. Give your relationship a chance. Yes, work on your partnership. നിങ്ങളുടെ പേഴ്സൺ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. വി ഗോട്ട് ദ സെയിം മെസ്സേജ് അഗെയിൻ. ഹണിമൂൺ. നിങ്ങളുടെ ആ ഒരു ഹണിമൂൺ ഫേസ് ഉണ്ട്. ഏത് റിലേഷൻഷിപ്പിനും ഒരു ഹണിമൂൺ ഫേസ് ഉണ്ട്. ഒരു ബിഗിനിങ് ഫേസിനെ നമുക്ക് ഹണിമൂൺ ഫേസ് എന്ന് പറയാം. ആ ഒരു ഫേസിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്, അതിലേക്ക് നിങ്ങൾ തിരികെ പോവുക. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ പല പ്രശ്നങ്ങളും കാരണം നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഇവിടെ മിസ് ഔട്ട് ആയിട്ടുണ്ട്. അതിനെ തിരിച്ചു കൊണ്ടുവരാൻ രണ്ടുപേരുടെ സൈഡിൽ നിന്നും ഒരു എഫേർട്ട് വേണം എന്നുള്ളതാണ്. ആൻഡ് ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ. എക്സാക്ട്ലി നമ്മൾ തുടക്കം തൊട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. പരസ്പരം നിങ്ങൾ രണ്ടുപേരും പോളാർ ഓപ്പോസിറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാനും സമയമെടുക്കും. അതിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടൊരു 3 വർഷമായി അല്ലെങ്കിൽ 5 വർഷമായി എന്ന് പറഞ്ഞാലും അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാനും സമയമെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിയുക. നിങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കുന്നതാണ്, ആ സമയം കൊടുക്കുക. അത് അല്ലാതെ സെപ്പറേറ്റഡ് ആയിട്ട് പോവുക, ഇതിൽ വിട്ടുപിരിഞ്ഞു പോവുക എന്നുള്ളതല്ല ഇവിടുത്തെ ഒരു സൊല്യൂഷൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ഫർദർ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താണ് ഇപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് നോക്കാം. അവരുടെ സോൾ എന്താണ് നിങ്ങളോട് പറയുന്നത്. ലെറ്റ്സ് സീ. സീക്രട്ട് അഡ്മയറർ. someone has deeper feelings for you than they are letting on. Yes, അവർ നിങ്ങളോട് പറയുന്നതിനെക്കാട്ടിലും ആഴത്തിലാണ് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം. അത് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം. സറണ്ടർ. അറ്റ് ടൈംസ് വി മസ്റ്റ് സറണ്ടർ ദ ഓൾഡ് ബിഫോർ സംതിങ് ന്യൂ ക്യാൻ എൻറ്റർ അവർ ലൈഫ്സ്. ലെറ്റ് ഗോ ആൻഡ് ഓൾ വിൽ വർക്ക് ഔട്ട്. നിങ്ങൾ തമ്മിൽ ഇവിടെ എന്തെങ്കിലും രീതിയിൽ ഫൈറ്റ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു അനിഷ്ടം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിനെ പൂർണ്ണമായിട്ട് നിങ്ങൾ ഫൊർഗീവ് ചെയ്യാൻ ഒരു കോൺഷ്യസ് എഫേർട്ട് എടുത്താൽ മാത്രമേ, ഇഫ് യു നീഡ് ദിസ് റിലേഷൻഷിപ്പ് ഇൻ യുവർ ഫ്യൂച്ചർ, അത് നല്ല രീതിയിൽ നല്ല കെമിസ്ട്രിയോട് കൂടിയിട്ട് നല്ല അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ എന്നുള്ള ഒരു മെസ്സേജാണ്. ആൻഡ് ഏഞ്ചൽസ് എന്താണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളോട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏഞ്ചൽ ഗൈഡൻസ് ഫോർ യു. ഓക്കെ, ഇപ്പം നോ എന്നുള്ള ഒരു മെസ്സേജാണ്. നമുക്ക് ഫർദർ മെസ്സേജ് എടുക്കാം, കണക്ട് ചെയ്ത് വായിക്കാം. ആസ്ക് യുവർ ഏഞ്ചൽസ്. ഓക്കെ, നിങ്ങളിപ്പം ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോരണം എന്നുള്ളതാണെങ്കിലാണ് നോ. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങൾ മനസ്സ് പറയുന്നത് കേട്ട് നിങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കാം. ഈ ഒരു സമയം ഒന്ന് പോസിറ്റീവായിട്ട് ഇരിക്കാം എന്നുള്ളതാണ്. ബിക്കോസ് യു നീഡ് ടു ഫോർഗീവ് ദം. നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾക്കൊരു ഫൊർഗീവ്നെസ് ഉണ്ടായാൽ മാത്രമാണ് സീ ദ റൊമാൻസ് ബോട്ടം എനർജി, ആ പഴയ ഒരു റൊമാൻസ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു മെസ്സേജാണ്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഹീലിംഗ് സെഷൻസ് ആവശ്യമാണെങ്കിൽ, സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, സ്പിരിച്വൽ ഹീലിംഗ്, ഇമോഷണൽ ട്രോമ ഹീലിംഗ്, റിലേഷൻഷിപ്പ് ഹീലിംഗ് ഒക്കെ ആവശ്യമാണെങ്കിൽ, കർമ്മ ക്ലിയറൻസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ടാരറ്റ് റീഡർ ആവണമെന്ന് വളരെ കാലമായിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹമാണ് എങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിങ് കോഴ്സസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമാവും. ഓൺലൈനായിട്ടാണ് നമ്മൾ കോഴ്സസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിങ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.